ഇതിന്റെ ഇടയിലൂടെ വേറൊരു സ്റ്റോറി വന്നു. അതായത് ഒരു ദിവസം ഞാൻ അങ്ങനെ പോയി, എനിക്കന്ന് 14 വയസ്സുള്ളൂ, 9th ക്ലാസ്സിൽ. അപ്പൊ ഞാൻ അങ്ങനെ പോവാണ്. അപ്പൊ നമ്മളെ സൗദിയില് ഇക്കാമ, അതായത് ID കാർഡ് നമ്മളെപ്പോഴും ക്യാരി ചെയ്യണം എന്നുള്ള റൂൾ ഉണ്ട്. ഡെസ്പൈറ്റ് ഓഫ് ദി, ശരിക്കും പറഞ്ഞാല് മേജർ ആവാത്തവര് ക്യാരി ചെയ്യണ്ടെന്നൊക്കെയാണ്, പക്ഷെ ബാക്കിയുള്ളവരൊക്കെ ക്യാരി ചെയ്യണമെന്നുണ്ട്. അപ്പൊ ഈ ബസ്സിലാണ് ഫുൾ അഡൾട്ട്സ് അല്ല എപ്പോഴും ഉണ്ടാവുള്ളൂ. അങ്ങനെ ഈ ബസ് ഇങ്ങനെ വന്നാണ്ട് ഒരു സ്ഥലത്താണ് നിർത്തി, 2 പോലീസുകാരാണ്ട് കയറി. 2 പോലീസുകാരാണ് കയറി പറഞ്ഞാണ്ട് ഇവര് എല്ലാരോടും ഇങ്ങനെ ID കാർഡ് എടുക്കാൻ പറഞ്ഞു. അപ്പം ചിലവരിങ്ങനെ പാസ്പോർട്ട് എടുത്ത്, ചിലവരോരെ ഇക്കാമ എടുത്തൊക്കെ എടുത്ത്. അതിൽ ഇന്റെ അടുത്ത് ഇക്കാമില്ല, പാസ്പോർട്ട് ഒന്നുമില്ല. ഞാൻ സാധാരണ ഒരു ഇക്കാമിന്റെ കോപ്പി വെക്കലുണ്ട്, അതും ഇതിൽ കാണുന്നില്ല. എന്നിട്ട് ഞാനിങ്ങനെ നോക്കിയിട്ട് കിട്ടുന്നില്ല. അപ്പൊ എന്നോട് ഇക്കാമ അവിടെ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു എന്റെ അടുത്ത് ഇക്കാമ ഇല്ല. ഇറങ്ങിക്കോ, എന്നിട്ട് മൂപ്പര് എന്നെ ബസ്സിന്ന് ഇറക്കി. ബസ് പോയി. ഇത് നീ ട്യൂഷന് പോയിരുന്നോ? അല്ല, ട്യൂഷന് തിരിച്ചു വരുമ്പോ, കാരണം 9:30 ആ സമയമായിരുന്നു. അങ്ങനെ ബസ്സിന്ന് ഇറക്കി, ബസ് പോയി. മൂപ്പര് ഇങ്ങോട്ട് ഇക്കാമ എവിടെയൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ അടുത്തില്ല. അതില് മൂപ്പര് ബാഗ് അങ്ങോട്ട് വാങ്ങിയിട്ട് തപ്പി. കാരണം ചിലപ്പോ ഇവനിപ്പം അറിയാത്ത ഇതിലുണ്ടെങ്കിലോ അറബി മനസ്സിലാവില്ല. മൂപ്പർക്ക് മാക്സിമം എന്നെ പെടുത്തണ്ടെന്നായിരുന്നു. മൂപ്പര് മാക്സിമം അത് ഇങ്ങനെ തപ്പി. അപ്പൊ ഇല്ല. അപ്പൊ മൂപ്പരനോട് നമുക്ക് എത്ര വയസ്സായി ചോദിച്ചു. അപ്പൊ എനിക്കാണ് പെട്ടെന്നാട്ടെ പ്രഷറിൽ 14 അങ്ങോട്ട് അർദ്ധത്താശെന്ന് പറയാനൊന്നും വന്നില്ല അറബിയില്. അപ്പൊ ഞാൻ ഇങ്ങനെ ഇതാക്കിയിട്ട് പെണ്ണങ്ങിട്ട് എടുത്തിട്ട് 14 അങ്ങോട്ട് അറബിയിൽ എഴുതി. അപ്പൊ മൂപ്പരും തിരിച്ച് മൂപ്പര് 17 എഴുതാണ്ട്. ഇതാണ് എന്റെ വയസ്സ്. നിന്റെ വയസ്സ് എത്രയാണോ? 14. ശരിയാ. സെമീറിന് അപ്പഴേ ഫുള്ള് താടിയൊക്കെ ഇവിടെ ചെറിയ താടിയൊക്കെ. അത് ഇപ്പൊ നിങ്ങൾ വീഡിയോ പോഡ്കാസ്റ്റിലാണ് കാണുന്നെങ്കിൽ എനിക്കിപ്പോ എത്ര താടി ഉണ്ട്? അതിനേക്കാളും താടി സെമീർ 9ാം ക്ലാസ്സിലുണ്ടായിരുന്നു. അങ്ങട്ട് ഇവര് ഇങ്ങനെ ഈ വയസ്സൊക്കെ പറഞ്ഞു. എന്നിട്ട് ഇവര് പറഞ്ഞു കേറിക്കോ, വണ്ടി കേറിക്കോ, ഒരു നിവർത്തിയില്ലാക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ ഭയങ്കര പാവും ഭയങ്കര ഡീസന്റ് ആയിട്ട് നിന്നു. അപ്പൊ സാധാരണ ഇവരെ വണ്ടി എങ്ങനെയാന്ന് വെച്ചാല്, നാട്ടിലെ കോപ്സിന്റെ വണ്ടി എങ്ങനെയല്ല, ഇവിടെയും ചിലപ്പോ സിമിലർ ആയിരിക്കും. അതായത് മുന്നിൽ 2 ഡ്രൈവിംഗ് സീറ്റും ബാക്കിലെ സീറ്റും 2 കമ്പാർട്ട്മെന്റ് പോലെ, ഒരു കേജ് വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ബാക്കിന്ന് ഈ ക്രിമിനൽസിന് പോലീസുകാരെ അറ്റാക്ക് ചെയ്യാൻ ഒന്നും പറ്റൂല. പിന്നെ ഉള്ളിൽ നമ്മൾ കേറി കഴിഞ്ഞാൽ അതായിരുന്നു പ്ലാൻ. അതെ, ഉള്ളിൽ നമ്മൾ കേറി കഴിഞ്ഞാൽ നമുക്ക് ഈ ഡോർ തുറക്കാനും കഴിയും. ചൈൽഡ് ലോക്ക് എന്താന്ന് അറിയില്ല. അങ്ങനെ എന്നെ ഇവര് ഉള്ളിൽ കയറ്റിയപ്പോ ഫോൺ ഉണ്ടോ ചോദിച്ചു. ഞാൻ ഫോൺ ഉണ്ട് പറഞ്ഞു. അപ്പൊ പൊതുവെ ഇവര് ഫോൺ മേടിച്ച് വെക്കാറാ ചെയ്യല്. പക്ഷെ എന്നോടുള്ള ഒരു ഇതുകൊണ്ട് ഫോൺ വെച്ചോ, ബട്ട് യു കാൻ മേക്ക് എനി കോൾസ് പറഞ്ഞു. ഒരു കോളും ചെയ്യാൻ പറ്റൂല. ഞാൻ അന്ന് ബുദ്ധിമാനല്ലേ, അവരെന്താ പറഞ്ഞ കോൾ ചെയ്യാൻ പറ്റില്ല. ഞാൻ ഉമ്മക്ക് അങ്ങോട്ട് SMS അയച്ചു, മോം കോട്ട് ബൈ പോലീസ്. അതിൽ ഉമ്മ അപ്പോത്തിന് വിളിച്ച്. അപ്പൊ ഞാൻ കട്ട് ചെയ്താണ്, മോം കാൺ ടോക്ക് റൈറ്റ് നൗ, വാട്സ്ആപ്പ് മീ. ഇങ്ങനെ ഒരു 9:30 പിടിച്ചിട്ട് ഞാൻ ഒരു 3/4 മണിക്കൂറൊക്കെ അതിലിരുന്നാണ്. അപ്പൊ ഞാനിരുന്നപ്പോ ഞാൻ ഫോണൊക്കെ ഇല്ലേ, ഇനിയിപ്പോ നാളെ ക്ലാസ്സിൽ പോയിട്ട് ഒരു സ്റ്റോറി ഒന്ന് ഫ്ലെക്സ് ചെയ്യാക്കെ വിചാരിച്ചിട്ട് ഞാൻ സെൽഫി ഒക്കെ എടുത്ത് വണ്ടിന്റെ ഉള്ളിൽ നിന്ന്. എന്നിട്ട് എന്റെ കൂടെ ഒരു ബ്ലാക്ക് ചെക്കനെയും പിടിച്ചാണ്ട് ഇട്ടിട്ടോ. ഓനോട് ഇങ്ങോട്ട് കൊറേ ഫോണൊക്കെ ചോദിച്ച്, ഒന്ന് തരും എനിക്കൊരു കോൾ ചെയ്യാൻ. അങ്ങനെ ഇല്ല, എനിക്കാണ് നല്ല പേടിയുണ്ട് ഈ ചെങ്ങാന്റെ വണ്ടിന്ന് എന്തെങ്കിലുമൊക്കെ വിചാരിച്ചിട്ട്. പക്ഷെ ഞാൻ ഫോൺ കൊടുത്തില്ല. ഇങ്ങോട്ടൊരു 3/4 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോ ഇപ്പൊക്കെ ഞാൻ ലൊക്കേഷനൊക്കെ അയച്ചോട്ടെ, ഇവിടെയാണ് വണ്ടി ഉള്ളത്. എത്തിയപ്പോ മറ്റേ പോലീസുകാരൻ പറഞ്ഞ് വണ്ടിയിലൊക്കെ ആക്കി പിടിച്ച സ്ഥിതിക്ക് നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് ഇതാക്കിയാൽ മതി, ഞങ്ങളിപ്പോ പോലീസ് സ്റ്റേഷനിലേക്ക് പോണേ, ബാക്കിൽ ഫോളോ ചെയ്താൽ മതിയാണ്. അങ്ങനെ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ എത്തി. എന്റെ ഫസ്റ്റ് ടൈം എൻകൗണ്ടർ ആണ് സൗദി പോലീസ് സ്റ്റേഷൻ. സൗദിയിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ പോയിട്ടില്ല. അതെ, ഞാൻ സൗദി പോലീസ് സ്റ്റേഷനിൽ കയറി. അപ്പൊ പോലീസ് സ്റ്റേഷനിൽ കയറിയപ്പോ എന്നെ ഒരു സൈഡില് നിർത്തിയോര്. പിന്നെ ഈ ബ്ലാക്ക് പിടിച്ച ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, ഇവരൊക്കെ ഇങ്ങനെ ഫുള്ള് ചെക്ക് ചെയ്ത് ബെൽറ്റ് ഒക്കെ ഊരിയാണ്ട് ജയിലിക്ക് ഇങ്ങനെ ഉള്ളിക്ക് വിടുക. അപ്പൊ ഇവരിങ്ങനെ ചെക്ക് ചെയ്യുമ്പോ ഒരു പോക്കറ്റിൽ നിന്ന് സിഗരറ്റ്, ഒരു പോക്കറ്റിൽ നിന്ന് വേറെ എന്തൊക്കെ ഫുള്ള് അലമ്പ് ചെക്ക്. ഞാൻ മനസ്സിൽ കണ്ട മറ്റേ ആക്ഷൻ ഹീറോ ബിജുലില്ല, പോലീസ് സ്റ്റേഷനിൽ ഓരോ സംഭവങ്ങൾ ഇങ്ങനെ എന്നിട്ട് അതിങ്ങനെ കഴിയും. പിന്നെ രാത്രി 10 മണി സമയമാണല്ലോ. അപ്പൊ ഒരു 3-4 പോലീസുകാര് താഴെ ഇങ്ങനെ സുഫ്ര വിരിച്ചിട്ട്, ഒരു വിരിപ്പ് ഇങ്ങനെ വിരിച്ചിട്ട് മന്തിയും മിറിന്റെ സിട്രസും കഴിക്കുന്നുണ്ട്. എന്നിട്ട് ഇവര് അവിടുത്തെ പോലീസുകാര്, എനിക്കറിയില്ല എങ്ങനെയാണ് വിഷം
വിശക്കുന്നുണ്ട് ചെങ്ങായി. ഹോസ്പിറ്റാലിറ്റി എന്തോ അറിയില്ല, അവര് എന്നോട് ചോദിച്ച് ഫുഡ് കഴിക്കണോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ രീതിയില് ഞാൻ വേണ്ട എന്നുള്ള രീതി പറഞ്ഞു. എന്റെ മമ്മി പറഞ്ഞിട്ട് അപ്പോത്തിന് ഉപ്പ വന്നാണ്ട് ഉപ്പ ഇങ്ങനെ മൂപ്പരോട് ഇപ്പം കുട്ടിയാണ്, ഞാൻ അവനോട് പറയലുണ്ടായിരുന്നു കോപ്പി കയ്യെ വെക്കാന് മിസ്റ്റേക്ക് ആണ് അങ്ങനെ. അപ്പൊ കണ്ട 14 വയസ്സായിട്ടേ ഉള്ളൂ. അപ്പൊ ഇപ്പൊ ഇങ്ങോട്ട് ഇക്കാമൊക്കെ പ്രസന്റ് ചെയ്ത്. അപ്പൊ പോലീസ് ഓഫീസർ ആണെങ്കിലും സംഭവം ശരിയാണ്, പക്ഷെ ഇപ്പൊ എന്താണ് റൂൾസ് ഒക്കെ ഇങ്ങനെ മാറിയില്ല. അപ്പൊ എപ്പോഴും കോപ്പി അല്ല ഒറിജിനൽ ഓന്റെ കയ്യിൽ കൊടുത്തേക്കേണ്ടി അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞാണ്ടതായി. ഉപ്പൊക്കെ സംഭവം ചെറിയ കേസാണ്, പക്ഷെ ഉപ്പൊക്കെ ഫുൾ പ്രഷറായി ഓരോ നൂലമാലോണ്ട്. ഞാൻ അങ്ങനെ ഈ സൗദിയിൽ എന്തെങ്കിലുമൊക്കെ ഒരു ലീഗൽ ട്രബിൾ വന്നാല് അത് ഭയങ്കര സീനാ. അതെ. എന്നിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് വണ്ടിക്ക് എത്തിയപ്പോ ആദ്യം തന്നെ ഉപ്പ ഇക്കാമ അങ്ങോട്ട് എടുത്താണ്ട് എന്റെ കയ്യിലാണ് വെച്ചിട്ട് ഇത് നീക്ക് എന്താ ചെയ്തു ഇപ്പൊ അങ്ങോട്ട് ദേഷ്യപ്പെട്ട് അങ്ങനെ മെല്ലാണ്ട് വാങ്ങി വെച്ച്. എന്നിട്ട് പിറ്റേ ദിവസം ഞാൻ സ്കൂളിൽ വന്നപ്പോ സെമീർ ടോക്ക് ഓഫ് ദ ടൗൺ പോലെ എല്ലാരും എടാ സെമീറിനെ പോലീസ് വിളിച്ചു മീമിലെ കാണാതെ ഫുൾ മൈക്ക് പിടിച്ചിട്ട് സെമീറിനെ പോലീസ് വിളിച്ചു. ഞാൻ പോടാ വെറുതെ അവൻ തള്ളി ഉണ്ടാക്കുന്നതാന്ന് പറഞ്ഞ. അപ്പൊ ഇവര് പറഞ്ഞ് അല്ലടാ ഇവൻ പോലീസുകാരൻ്റെ ഉള്ളത് സെൽഫി എടുത്തിട്ട് എവിഡൻസ് പ്രൂഫ്. അപ്പൊ എവിടെയെന്നാണ് അങ്ങനെ ഞാൻ സെൽഫി കണ്ടു, ഗ്രൂപ്പിലുണ്ടായിരുന്നു. നോക്കുമ്പോ ഒരുത്ത ഇങ്ങനെ ചിരിച്ചൊരു സെൽഫി. എന്നിട്ട് അങ്ങനെ പിന്നെ സെമീറിനോട് പോയിട്ട് എടാ നിന്നെ പോലീസ് പിടിച്ചാണ്. സെമീർ ഫുള്ള് ഹാപ്പി, ഈ സ്റ്റോറി പറയാൻ റെഡി ആയിട്ട്. ആടാ ഞാൻ പറഞ്ഞു തരാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഫുള്ള് സ്റ്റോറി. അതായത് എന്റെ റിയാലയം ബസ്സിലെ കഥ. എന്നിട്ട് റിയാലയം ബസ് കണ്ടിന്യൂ. റിയാലയം ബസ്സിനോ കഴിഞ്ഞു